ഇനി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അംഗവൈകല്യമുള്ള ആളുകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉടമ്പടി UNCRPD ആക്ട് 2006 കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അംഗവൈകല്യമുള്ള ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ചില നിയമനിർമ്മാണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് UNCRPD 2006. ഇതൊരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ഇത് അംഗവൈകല്യമുള്ള ആളുകളുടെ അവകാശങ്ങളും ആ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരുകളുടെ ബാധ്യതകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ലക്ഷ്യമാക്കും. അംഗവൈകല്യമുള്ള ആളുകൾക്ക് മറ്റെല്ലാവർക്കും തുല്യമായ മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും മറ്റു വ്യക്തികൾക്ക് ലഭിക്കുന്നതായ അതേ അവസരങ്ങൾ സ്വീകരിച്ച് അംഗവൈകല്യമുള്ളവർക്കും സമൂഹത്തിൽ പൂർണ്ണമായി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ തന്നെ അഭിപ്രായത്തിൽ അംഗവൈകല്യമുള്ള എല്ലാ വ്യക്തികളുടെയും എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും മൗലിക സ്വാതന്ത്ര്യങ്ങളുടെയും പൂർണ്ണവും തുല്യവുമായ ആനന്ദം പ്രോത്സാഹിപ്പിക്കുക, ഉറപ്പാക്കുക, അതുപോലെ തന്നെ അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ ബഹുമാനിക്കുക എന്നിവയൊക്കെയാണ് പ്രധാനമായും ഈ അന്തർദേശീയ ഉടമ്പടിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ വൈകല്യമുള്ള വ്യക്തികളിൽ ദീർഘകാല ശാരീരിക, മാനസിക, ബൗദ്ധിക അല്ലെങ്കിൽ ഇന്ദ്രിയ വൈകല്യങ്ങൾ ഉള്ളവരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സമൂഹത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ സമൂഹത്തിൽ അവരുടെ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തം തടസ്സപ്പെടാതെ ജീവിതം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ UNCRPDയുടെ ആർട്ടിക്കിൾ 3 ചില പൊതുതത്വങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ പൊതുതത്വങ്ങൾ എന്ന് പറയുന്നത് അന്തർലീനമായിരിക്കുന്ന അന്തസ്സിനോടുള്ള ബഹുമാനം, വ്യക്തിഗത സ്വയംഭരണ അധികാരം, സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം, വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ വിവേചനമില്ലായ്മ, സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായിട്ടുള്ള പങ്കാളിത്തം, മാനവ വൈവിധ്യത്തിൻ്റെയും മാനവികതയുടെയും ഭാഗമായി വൈകല്യമുള്ളവരുടെ വ്യത്യാസത്തിനും അംഗീകാരത്തിനുമുള്ള ബഹുമാനം, അവസരത്തിൻ്റെ തുല്യത, പ്രവേശനക്ഷമത, സ്ത്രീ പുരുഷ തുല്യത, വൈകല്യമുള്ള കുട്ടികളുടെ വികാസശേഷിയോടുള്ള ബഹുമാനം, വൈകല്യമുള്ള കുട്ടികളുടെ വ്യക്തിത്വം സംരക്ഷിക്കാനുള്ള അവകാശത്തോടുള്ള ബഹുമാനം, ഇവയെല്ലാം UNCRPDയുടെ 8 പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അപ്പോൾ 2006 ഡിസംബർ 13 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 61ാമത്തെ സമ്മേളനത്തിലാണ് ഈ ഒരു ഉടമ്പടി അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ അഭിപ്രായത്തിൽ അംഗവൈകല്യമുള്ള വ്യക്തികളോടുള്ള പെരുമാറ്റങ്ങളും സമീപനങ്ങളും മാറ്റുന്നതിനുള്ള ദീർഘനാളത്തെ ഫലമായിട്ടാണ് ഈ ഉടമ്പടി രൂപം കൊണ്ടത്. അപ്പോൾ അംഗവൈകല്യമുള്ളവരുടെ ചികിത്സ, അവർക്കാവശ്യമായ വൈദ്യസഹായം, സാമൂഹികമായ സംരക്ഷണം, പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമാണെന്നും അത്തരം കാര്യങ്ങളിൽ അതാത് സമൂഹങ്ങളും അതുപോലെ തന്നെ ഭരണകൂടവും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കും. അതുപോലെ തന്നെ ഈ ഉടമ്പടി വ്യക്തവും സാമൂഹികമായ വികസന മാനങ്ങളുള്ള ഒരു മനുഷ്യാവകാശ ഉപകരണമായി പ്രവർത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതൊന്നുകൂടിയാണ്. അപ്പോൾ അത് വൈകല്യമുള്ള വ്യക്തികളുടെ വിശാലമായ വർഗീകരണം സാധ്യമാക്കുന്നു, അത് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാതരം വൈകല്യങ്ങളുമുള്ള എല്ലാ വ്യക്തികളും എല്ലാ മനുഷ്യാവകാശങ്ങളും മൗലികമായ സ്വാതന്ത്ര്യങ്ങളും ആസ്വദിക്കേണ്ടവരാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ വിഭാഗത്തിലുമുള്ള അവകാശങ്ങൾ വൈകല്യമുള്ളവർക്ക് എങ്ങനെ ബാധകമാകുന്നു എന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവകാശങ്ങളുടെ പരിരക്ഷ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ നിയമം വളരെയധികം എടുത്തു പറയുന്നു. ഈ PWD നിയമം അഥവാ PWD ആക്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 1980 മുതൽ തന്നെ നിരവധി സന്നദ്ധ സംഘടനകളും മറ്റുള്ളവരും സാമൂഹികവും സാമ്പത്തികവും ശാരീരികവുമായ വൈകല്യമുള്ളവരുടെ മേഖലകളിലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ വൈകല്യമുള്ള വ്യക്തികൾക്ക് അവസരങ്ങൾ നൽകുന്നതിനായി അവർ നിരവധി നിവേദനങ്ങളും സമർപ്പിക്കുകയുണ്ടായി. ഒടുവിൽ 1995 ഇന്ത്യൻ ഭരണകൂടം ആദ്യമായി PWD നിയമം ലോകസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വൈകല്യമുള്ള വ്യക്തികൾക്ക് തുല്യ അവസരങ്ങൾ, അവകാശങ്ങളുടെ സംരക്ഷണം, പൂർണ്ണ പങ്കാളിത്തം ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1995 PWD ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ്
പാസ്സാക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ വൈകല്യമുള്ള വ്യക്തികൾക്ക് തുല്യ അവസരങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഈ നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ വിശകലനം അനുസരിച്ച് 7 തരം വൈകല്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ധത, താഴ്ന്ന ചലനശക്തി, കുഷ്ഠരോഗം, ശ്രവണ ബലഹീനത, ചലന വൈകല്യം, മാനസികമായ വൈകല്യം, മാനസിക രോഗം, ഇത്തരത്തിലുള്ള 7 പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നിയമം 1995 ഈ രംഗത്ത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. ഈ നിയമത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയ ഭരണകൂടം പിന്നീട് ഇതിന് ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് 2016 പുതിയ നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. പത്രത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതാത് കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2016 റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്റ്റാണ് പാസ്സാക്കിയത്. വൈകല്യമുള്ള വ്യക്തികളുടെ അവകാശ നിയമം 2016. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കിയത് മുൻപ് നിലവിലിരുന്ന നിയമങ്ങളുടെ പരിമിതികളെ ദൂരീകരിക്കുക, പുതിയ തരം അവശതകളെ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഈ വൈകല്യമുള്ള വ്യക്തികളുടെ അവകാശ നിയമം 2016 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നേട്ടം തന്നെയാണ് സൃഷ്ടിച്ചത്. ആദ്യകാല നിയമങ്ങളിൽ നിലവിലുള്ള 7 പ്രധാനപ്പെട്ട തരത്തിലുള്ള വൈകല്യങ്ങളെക്കുറിച്ചാണ് പരാമർശമുണ്ടായിരുന്നത്. അത് 7 എന്നുള്ളത് 21 ഉയർത്തി. മാത്രമല്ല കൂടുതൽ തരം അവശതകൾ, സമൂഹത്തിൽ കാണപ്പെടുന്ന വൈവിധ്യപൂർണമായ അവശതകളെ ആവശ്യഘട്ടങ്ങളിലെല്ലാം ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനും കൂട്ടിച്ചേർക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകുന്ന രീതിയിൽ നിയമം പരിഷ്കരിക്കുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായി 21 തരം കാര്യങ്ങളാണ് ഇതിൻ്റെ പരിധിയിൽ വന്നത്. 1 അന്ധത, 2 കാഴ്ചക്കുറവ്, 3 കുഷ്ഠരോഗം ഭേദമായ വ്യക്തികൾ, ശ്രവണ വൈകല്യങ്ങൾ ഉള്ളവർ, ചലന വൈകല്യമുള്ളവർ, കുള്ളന്മാർ, ഭൗതിക വൈകല്യം, മാനസികാരോഗം, ഓട്ടിസം ബാധിച്ചവർ, ഡിസോർഡറായിട്ടുള്ള വ്യക്തികൾ, സെറിബ്രൽ പാൾസി പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, മസ്കുലർ ഡിസ്ട്രോഫി അനുഭവപ്പെടുന്ന വ്യക്തികൾ, വിട്ടുമാറാത്ത ന്യൂറോളജിക്കൽ അവസ്ഥ, പ്രത്യേക പഠന വൈകല്യം, അതുപോലെ തന്നെ സംസാര ഭാഷാ വൈകല്യങ്ങൾ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, തലസീമിയ, ഹീമോഫീലിയ, അരിവാൾ രോഗം, ബധിരത, ആസിഡ് ആക്രമണത്തിൻ്റെ ഇര, പാർക്കിൻസൺസ് രോഗം തുടങ്ങി 21 തരം വൈകല്യങ്ങൾ ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി തന്നെ ലോകമെമ്പാടുമുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ വൈകല്യത്തെയും സാമൂഹിക അസമത്വത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. 1980കളോടെ സന്നദ്ധ സംഘടനകളും മറ്റും ഇന്ത്യൻ സർക്കാരിൽ ചെലുത്തിയ പ്രേരണകളും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളുടെയും ഫലമായി ഈ രംഗത്ത് ഒട്ടേറെ നിയമങ്ങളും നിയമ സംരക്ഷണങ്ങളും നിലവിൽ വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തി എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പരിഗണനയിലേക്ക് എടുക്കുന്നതിനായി ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NGOs അഥവാ സന്നദ്ധ സംഘടനകൾ തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങളാണ്. ഇത്തരം ഗൗരവതരമായ വിഷയങ്ങൾ NGOs സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കുകയും അതിനെ മുഖ്യധാര സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും മുന്നിലേക്ക് എത്തിക്കുകയും ഇത് ഒരു അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണെന്നും പ്രശ്നപരിഹാരം അർഹിക്കുന്ന വിഷയമാണെന്നുള്ള തലത്തിൽ അതിന് അനുയോജ്യമായ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചു. ആരോഗ്യ വിദഗ്ധരായിട്ടുള്ള ആളുകളും മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ 4ാമത്തെ അധ്യായവും ഇവിടെ പൂർത്തിയാവുകയാണ്.